പ്ലാൻ ചെയ്ത പോലെ നടന്നിട്ടുണ്ട്. ജപ്പാനിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്ത കമ്പനി ബ്ലൂ ഡയമണ്ട് ഇൻകോർപ്പറേറ്റഡ് ഓപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ നമുക്ക് വേണ്ടപ്പെട്ട എന്നാണ് എന്റെ പേരിന് 4 ജപ്പാൻകാർ. ചിരിക്ക് ലാഫ് യുവർ ലാസ്റ്റ് ലാഫ്. നാളെ ഈ സമയത്ത് തന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാവില്ല. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റടൂ. കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത 6 ന്യൂസ് സ്റ്റോറീസാ ടോപ്പ് മാനേജ്മെന്റിന്റെ ഇടപെടലിൽ സപ്രസ്ഡ് ആയത്. ഇതിനും ആഗതി വരില്ലെന്ന് തനിക്ക് വല്ല ഉറപ്പുണ്ടോ? ഇല്ല കിഷോർ, ഇതങ്ങനെ എങ്ങും എത്താതെ പോവില്ല. ഇത്തവണ നമ്മൾ കെയർഫുൾ ആകുന്നു. ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രീൻ സിഗ്നൽ എക്സിക്യൂട്ടീവ് എഡിറ്ററിൽ നിന്ന് ന്യൂസ് റൂമിലേക്ക് പോകുന്നത് വരെ ഈ ടേപ്പ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യില്ല. ഇത്രയ്ക്ക് വലിയ മാഗ്നറ്റ്യൂഡുള്ള ഒരു സ്കാമിന്റെ റിയൽ സ്റ്റോറി മൂടി വെക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനമെങ്കിൽ പിന്നെ വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. Oh God, it's really late. Come, let's go. എപ്പോ? എന്നിട്ട് ഓക്കെ, താനത് ആരോടും പറയാൻ നിൽക്കണ്ട, ഞാൻ നോക്കിക്കോളാം. വർക്കിച്ച ചെറിയൊരു പ്രശ്നമുണ്ട്. ഏഷ്യ വിഷ്ണു ഇന്ന് പ്രകാശനെ വിളിച്ചത്. എന്നതാ? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, രാവിലെ 7 മണിക്ക് എന്നെ വന്ന് പിക്ക് ചെയ്യണം. ഒടുവിൽ ഉറങ്ങിപ്പോയി എന്നെങ്ങാനും പറഞ്ഞാ I'll kick your bottom. Okay? Good night. Good night. Bye. Take care. നിക്കടിയോടെ. What's the time now? എന്താ കയ്യെ കെട്ടിരിക്കുന്ന സാധനം ഓടുന്നില്ലേ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കൂടി പോയാ 10:30 അതിനുള്ളിൽ വീട്ടിൽ കയറിക്കോണോന്ന്. You are late by 45 minutes. ഓ, അത്രേ ഉള്ളൂ. ഒരു ശരാശരി മലയാളിയുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ 1 മണിക്കൂർ വരെ ലേറ്റ് ആയിട്ട് വരാം. ഇറ്റ്സ് പാർട്ടബിൾ. വൈകി വന്നതും പോരാതെ തറുതല പറയുന്നു. തറുതലയല്ല, ജസ്റ്റ് ടെല്ലിംഗ് ദ ഫാക്ട്. ഫോർ ഇൻസ്റ്റൻസ്, ആർഡിഒ മാഡത്തിന്റെ ടേബിളിൽ ഇപ്പൊ ഇരിക്കുന്ന ഫയലുകളുടെ കാര്യം തന്നെ എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എത്തേണ്ടടുത്ത് എത്തേണ്ട സമയത്ത് ഇതുവരെ എത്തിയിട്ടുണ്ടോ? ഇത് ഞാൻ നിന്നോട് വാൺ ചെയ്തിട്ടുള്ളതാ. സോഷ്യൽ ക്രിറ്റിസിസം നിന്റെ സ്റ്റുഡിയോ ഫ്ലോറിൽ മതി, ഇവിടെ വേണ്ടാന്ന്. ഓക്കേ, വേണ്ടെങ്കിൽ വേണ്ട, എടഞ്ഞത് മതി. ഇനി ഇച്ചിരി സ്നേഹം കാണിച്ചോ. മോളെ, നീ നേരത്തെ വരണമെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നീ വരാതെ നിന്നെ കാണാതെ വാപ്പിച്ച് ഉറങ്ങില്ല. ഇന്നും നേരം തെറ്റി ഉറങ്ങാന്ന് വെച്ചാ മൂപ്പർക്കിപ്പോ ആരോഗ്യം അത്ര പന്തിയല്ല. അറിയാലോ നിനക്ക്. മനഃപൂർവ്വം അല്ല ഇത്ത, ഇത്തക്കറിയാലോ എന്റെ ജോലിയുടെ ഡിമാൻഡ്സ്. ഐ നോ. ചെന്ന് വാപ്പിച്ച് കാണ്. ആ റവന്യൂ മിനിസ്റ്റർ വർക്കിച്ചിനുമായിട്ട് ഇപ്പോഴും അടച്ചിലുണ്ടല്ലേ? ഓ, അതിനൊരു കുറവുമില്ല. അയാള് ജപ്പാനിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടനെ അടുത്ത അംഗം തുടങ്ങും. അതിനുള്ള വെടിമരുന്നാ ഈ ഫയലിലിരിക്കുന്നതൊക്കെ. എന്നാ ഒരു സന്തോഷ വാർത്ത കേട്ടോളൂ. അയാള് ചിലപ്പോ നാളെയോ മറ്റന്നാളോ രാജിവെച്ചേക്കും. Rather he will be thrown out of power. മണ്ടത്തരം പറയാതെ കേറിപ്പോടി. ഈ മിനിസ്ട്രിയിലെ ഏറ്റവും സോളിഡായ മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാ അത് വർക്കിച്ചനാ. വർക്കിച്ചൻ നരിമറ്റത്തിൽ, ദി ഓംനിപൊറ്റന്റ്. രാഷ്ട്രീയത്തിൽ ഒന്നും ആരും സ്ഥിരമല്ല മാഡം. I am back, aging lion. Welcome to the den. ദേ, കടിച്ചു കീറാൻ വരരുത്. ഇന്നും ഇത്തിരി ലേറ്റ് ആയിപ്പോയി. എന്ത് ചെയ്യണം? ഒഴിവാക്കാൻ പറ്റാത്ത ചില കമ്മിറ്റ്മെന്റ്സ്. നാളെ എയറിൽ പോകാനുള്ള 3 സ്റ്റോറികൾ ഒരുമിച്ച് തീർക്കേണ്ടി വന്നു. അതൊക്കെ അറിയാം. സോറി, couldn't help it this time too. സാരമില്ലടാ, നിന്റെ ജോലിയുടെ സ്പിരിറ്റും ആവേശവും വാപ്പച്ചയ്ക്ക് മനസ്സിലാവുന്ന പോലെ മറ്റാർക്കും മനസ്സിലാവും. എന്റെ പത്രം തുടങ്ങി ആദ്യത്തെ 6 വർഷം ഞാൻ വീട്ടിലേ പോയിട്ടില്ല, ഉപ്പയും ഉമ്മയും കണ്ടിട്ടില്ല. ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ, നേരായി പറയുന്ന ഒരു പത്രം. കാശ് മുടക്കി പത്രം വാങ്ങുന്നവനെ വഞ്ചിക്കാത്ത ഒരു പത്രം. കുത്തക പത്രങ്ങൾ അച്ചടിക്കാതെ മൂടിവെക്കുന്ന വാർത്തകൾ അച്ചടിക്കുന്ന ഒരു പത്രം. മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, വാപ്പച്ചയുടെ പത്രം ആഫീസിൽ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ദൈവങ്ങളോ ദിവ്യവചനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം 2 വരി കവിത മാത്രം എഴുതി വെച്ചിരുന്നു. വാഗ്ഭടാനന്ദന്റെ 2 വരികൾ. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? നിന്റെ റിപ്പോർട്ടിംഗ് ഏരിയ TV കാണുമ്പോൾ എനിക്കൊന്നു തോന്നുന്നു. സെൻസേഷണലിസ്റ്റിനും ഷോക്ക് വാല്യൂവിനും
കുറെയേറെ പ്രാധാന്യം കൊടുക്കുന്നു നീയും നിന്റെ ചാനലും. എന്റെ വിമർശനം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ആ ടെൻഡൻസി ഒന്ന് കറക്റ്റ് ചെയ്യണം. സത്യസിദ്ധമായ പത്രപ്രവർത്തനത്തെക്കാൾ വലിയൊരു സാമൂഹ്യ പ്രവർത്തനം വേറെ ഇല്ല. ആ ബാപ്പച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അഹമ്മദ് സാഹിബിന്റെ മകളാ ഞാൻ. ബാപ്പച്ചിയുടെ ലെഗസി, പാരമ്പര്യം, അത് കിട്ടിയിട്ടുള്ള മകൾ. ഐ വോണ്ട് ഡിസപ്പോയിന്റ് യു. വായിച്ചത് മതി. ബാപ്പച്ചി ഉറങ്ങാൻ നോക്ക്. ശുഭരാത്രി. ശുഭരാത്രി. ലേഡി ഡ്രാക്കുളക്ക് എന്താ കിടക്കാറായില്ലേ? കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോയി ഉറങ്ങാൻ നോക്ക്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് മെയിൽ. അത് അയച്ചിട്ട് ഇപ്പൊ കിടന്നേക്കാം. ഓക്കെ വിജയ്, ഉടൻ ആക്ഷൻ ഒന്നും ഉണ്ടാവരുത്. ഉറപ്പാണല്ലോ? താങ്ക്സ്. ഞാൻ ഒന്ന് നേരിട്ട് കണ്ടോളാം. ഏറ്റു ഡൺ. എന്നതായി മോനായി? ഏഷ്യാവിഷന്റെ ന്യൂസ് എഡിറ്റർ വിജയകൃഷ്ണനാണ് വിളിച്ചത്. 2 ദിവസത്തേക്ക് സ്റ്റോറി അയവ് ചെയ്യാതെ അയാൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞോ? അതിനുള്ളിൽ ചാനലിലെ ചെയർമാനെ കൊണ്ട് സ്റ്റോറി ബ്ലാക്ക് ഔട്ട് ചെയ്യിക്കും. ഇച്ചായൻ കുറച്ചു മുമ്പ് വർക്കിച്ചായനോട് വിളിച്ചു പറഞ്ഞതല്ലേ? അതെ, സംഗതിയൊക്കെ ശരിയാ. എന്നാലും എന്റെ ആദ്യം അങ്ങോട്ട് ഒടുങ്ങുന്നില്ല മോനായി. വർക്കിച്ചായൻ ധൈര്യമായിട്ടിരിക്കെ, ഈ കളി നമ്മുടെ കയ്യിൽ നിൽക്കും. ആ എന്തിരവളെ വെറുതെ വിടരുത് മോനായി. അവളെ എനിക്ക് വേണം. ആ സുഹറാഹമ്മദിന്. ഫോർത്ത് കപ്പ് ഇനി തരില്ല. 50 വർഷം പഴക്കമുള്ള ശീലമല്ലേ മോളെ, അതങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? കട്ടൻ കാപ്പി കൂടി നിർത്താൻ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. മോർണിംഗ് അങ്കിൾ. മോർണിംഗ് മോർണിംഗ്. അല്ല കിഷോർ, നീ അവളെ പിക്ക് ചെയ്യാൻ വന്നതാ? ആ, ഇതുവരെ റെഡി ആയില്ലേ അവള്? ഇത്ര നേരത്തെ? ഇന്നലെ രാത്രി എനിക്ക് ഡെഡ് ലൈൻ തന്നതാ, രാവിലെ 7 മണിക്ക് ഇവിടെ എത്തണമെന്ന്. ഓ, അപ്പൊ ഇന്നും പെണ്ണിന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. വാപ്പച്ചി ഇങ്ങനെ എൻകറേജ് ചെയ്യുന്നതുകൊണ്ടാ അവൾ ഇത്രയ്ക്ക് തന്നിഷ്ടം കാണിക്കുന്നത്. എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യല്ലേ? ഞാനും ഇവനും കൂടി ക്യാൻറ്റീനിൽ കഴിച്ചോളാം. അത് സ്കിപ്പ് ചെയ്ത് അസിഡിറ്റി ഒന്നും വരത്തില്ല. ഉറപ്പ്. ഉറപ്പ്. വാപ്പച്ചി, ഞാൻ പോയിട്ട് വരട്ടെ. വാടാ. മോളിന്ന് കുറച്ച് നേരത്തെ വരുവോ? അതിനായിട്ട് ശ്രമപ്പെടുവൊന്നും വേണ്ട, പറ്റുമെങ്കിൽ മതി. കുറെ നാളായി ഇതിനകത്ത് തന്നെ അടഞ്ഞു കിടക്കുന്നു. നീ ഉണ്ടെങ്കിൽ നമുക്ക് 3 ആൾക്കും കൂടെ ബീച്ച് വരെ ഒന്ന് പോവാം. നീ ഉണ്ടെങ്കിലേ ഒരു രസവും ബഹളവും ഒക്കെ ഉള്ളൂ. വരാം വാപ്പച്ചി, ഐ പ്രോമിസ്. ബൈ. ബൈ. ബൈ.